മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേസൺറി വാളിന്റെ ഡിസൈനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്പ് വാളുകൾ ഉണ്ട് എന്നല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ എന്താണ് ഒരു പിയർ, എന്താണ് ബട്രസ്, എന്താണ് ക്രോസ് വാൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോഡ് നമ്മളൊന്ന് ഇന്നലെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. കോഡ് അല്ലേ, IS 1905. ഓക്കെ, 1987. അപ്പൊ ഇന്ന് പറയാൻ പോണ കാര്യങ്ങളൊക്കെ ഡിസൈനിന് മുമ്പ് ഒരു ഡിസൈനിന് എടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, ഓരോ ഡിസൈൻ എടുക്കുമ്പോൾ നമുക്ക് കോളത്തിന്റെ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ ആദ്യം സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കണം, അതിന് എഫക്റ്റീവ് ലെങ്ത് കിട്ടണം, സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയാണ് എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് കോളം അല്ലെ, എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് കോളം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം അല്ലെ. അതേപോലെ ഇതിലും കുറച്ച് കൺസിഡറേഷൻസ് ഉണ്ട്, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത്, ഇന്ന് പറയുന്ന കാര്യങ്ങൾ A to Z അതിലൊരു എല്ലാ പോയിന്റുകളും ആ കോഡിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്താൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. സിമ്പിൾ ആണ്, കുറെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് സോർട്ട് ചെയ്ത് സ്ലൈഡിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനെ എങ്ങനെ റീഡ് ചെയ്തെടുക്കാം എന്നുള്ളത് കൂടിയാണ് ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് പാർട്ട് സിയിലും പാർട്ട് ബിയിലും നിങ്ങൾക്ക് ചോദിക്കുന്നത് ഈ പോർഷനിൽ നിന്നാണ്. പ്രോബ്ലം അങ്ങനെ ചോദിച്ച് റയറായിട്ട് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, എന്നാലും പ്രോബ്ലത്തിന്റെ ഓറായിട്ട് ഈ തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പാർട്ട് സി തന്നെ നിങ്ങൾക്ക് അറിയാം, ഓറിൽ തന്നെ ഒരു ഓർ ഉണ്ടാവും അല്ലെ. ആ ഓറിൽ തന്നെ 2 പോർഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു ഓറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് 15 മാർക്കിന് മൊത്തം വരുന്നത്. അതിൽ ഒരു 8 മാർക്കിൻ്റെത് പ്രോബ്ലം ആണെങ്കിൽ 7 മാർക്കിൻ്റെത് തിയറിയാണ് വരാറ്. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത് എന്താണ്, എഫക്റ്റീവ് ഹൈറ്റ് എന്താണ്, എഫക്റ്റീവ് തിക്നെസ് എന്താണ്. ഓക്കെ, കംപ്ലീറ്റ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കോഡിലുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഒരു ഡിസൈൻ കൺസിഡറേഷൻ, നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. സ്ട്രെങ്ത് ഓഫ് എ മേസൺറി വാൾ ഡിപ്പെൻഡ്സ് ഓൺ, ഒരു മേസൺറി വാളിന്റെ സ്ട്രെങ്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം, ഒരു മേസൺറി വാൾ അല്ലെ, നമ്മളൊരു ലാറ്ററൈറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വാളിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യണം ബേസിക് ആയിട്ട് അതിന്റെ മേസൺറി യൂണിറ്റിന്റെ സ്ട്രെങ്ത് തന്നെയാണ്, അതിൽ ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ സ്ട്രെങ്ത് തന്നെയാണ് അല്ലെ. അതിന്റെ മേജർ സ്ട്രെങ്ത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് ഒരു ലാറ്ററൈറ്റ് മേസൺറി ആണ് ഉണ്ടാക്കണമെങ്കിൽ ആ ലാറ്ററൈറ്റ് ആണ് അവിടെ മേജർ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. പിന്നെ ആ ലാറ്ററൈറ്റുകൾ തമ്മിൽ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോർട്ടാർ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ കോൺക്രീറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഏറ്റവും അതിന്റെ സ്ട്രെങ്ത് കൊടുക്കുന്ന ഏതാണ്, അതിൽ കോസ് അഗ്രിഗേറ്റ് ആണ് അല്ലെ. ആ കോസ് അഗ്രിഗേറ്റിന്റെ നമുക്ക് നാച്ചുറൽ മെത്തഡുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണ്ട് നിർത്താൻ പറ്റില്ല. അതിനോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു ബോണ്ടിങ് മെറ്റീരിയൽ, അത് സിമെന്റും ഫൈൻ സാൻഡും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണത്. ഓക്കെ, വേറെ പർപ്പസുകൾ ഉണ്ട് അത് ആഡ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പൊ അതാണ് ഒരു കോസ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ, അതാണ് അതിലെ മേജർ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഒരു മേസൺട്രിയിലെ മേജർ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആരാണ്, മേസൺട്രി യൂണിറ്റ് ആണ് അല്ലെ. മേസൺട്രി യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് മേസൺട്രി യൂണിറ്റ് ഉണ്ട്, ഏതൊക്കെ ബേൺ ക്ലേ ബ്രിക്സ് ഉണ്ടാവും, നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലൈം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്, AC ബ്ലോക്കുകൾ ഉണ്ട്, സോളിഡ് ബ്ലോക്കുകൾ ഉണ്ട്, ഹോളോ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ അല്ലെ. അതുപോലെ തന്നെ പ്രസ്ഡ് ആയിട്ടുള്ള എർത്തൻ ഹോളോ ബ്ലോക്കുകൾ ഉണ്ട്. ഓക്കെ, ബേൺ ചെയ്യാത്തതും ഉണ്ട്, ബേൺ ചെയ്തതും ഉണ്ട് കേട്ടോ. ബേൺ ചെയ്യാത്തത് പ്രസ്ഡ് ബ്ലോക്കുകളാണ്, അതായത് ക്ലേ കൊണ്ട് തന്നെ ബേൺ ചെയ്ത് വരുന്നതാണ് നമ്മളെ ഇഷ്ടികകളൊക്കെ, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഇഷ്ടികകളൊക്കെ ബേൺ ചെയ്ത് വരുന്നതാണ്. ബേൺ ചെയ്യാത്ത, അതായത് ഈ ചൂളയിലിട്ട് ഹോട്ട് പ്രോസസ്സിലൂടെ കടത്തിവിടാത്ത പ്രസ്ഡ് ബ്രിക്കുകളും ഉണ്ട്, ക്ലേ ബ്രിക്സുകൾ നമ്മുടെ നാട്ടിൽ കോമൺ അല്ല. ഓക്കെ, ദെൻ സ്ട്രെങ്ത് ഓഫ് മോർട്ടാർ, നിങ്ങൾക്കറിയാം ഓരോ മോർട്ടാറിനും ഓരോ സ്ട്രെങ്ത് ഉണ്ട് അല്ലെ, സ്ട്രെങ്ത് ഓഫ് മോർട്ടാർ. ഓക്കെ, ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പിന്റെ ക്വാളിറ്റി, എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മെത്തേഡ് ഓഫ് ബോണ്ടിങ്, നിങ്ങൾക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ് ഉണ്ട്. ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് അല്ലെ, ഡബിൾ ഇംഗ്ലീഷ് ബോണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗാർഡൻ വാൾ ബോണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ബോണ്ട്സ് ഉണ്ട്. അപ്പൊ ബോണ്ട്സിനനുസരിച്ചും അതിന്റെ സ്ട്രെങ്ത് വേരി ചെയ്യും. ഓക്കെ, ഇനിയാണ് ഒരു സ്ട്രെങ്ത് ഓഫ് മേസൺറി യൂണിറ്റ്. നമ്മളിപ്പോ ഒരു മേസൺറി യൂണിറ്റ് എടുക്കുമ്പോൾ അതിന്റെ മേസൺറി യൂണിറ്റിന്റെ സ്ട്രെങ്ത്തിനേക്കാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മോർട്ടാറിന്റെ സ്ട്രെങ്ത് കൂടാൻ പാടില്ല. ഓക്കെ,
എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലെ, നമ്മൾ അതിന്റെ ഇടയ്ക്ക് ചേർക്കുന്ന അല്ലെ, നമ്മുടെ നാട്ടിൽ കുമ്മായ എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ, അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഉള്ള മോർട്ടാറിന് ഈ ബ്രിക്കിനേക്കാളും സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ലോഡ് വരുമ്പോൾ ആദ്യം ഫെയിൽ ആവുന്നത് ഏതായിരിക്കും, ബ്രിക്ക് ആയിരിക്കും. ഓക്കെ, അത് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഡിസൈറിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഓക്കെ, അൺഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. എന്താണ്, ഈ ഒരു മാസൺറിയിൽ മേജർ പോർഷനും ബ്രിക്ക് ആണ്. ഓക്കെ, മോർട്ടാർ എന്ന് പറഞ്ഞാൽ അതിന് ജോയിൻ ചെയ്യാൻ മാത്രം പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഈ മോർട്ടാറിന് കൊടുക്കുന്ന മോർട്ടാറിന് ഈ ബ്രിക്കിനേക്കാളും സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ ബ്രിക്ക് ആണ് ലോഡ് വരുമ്പോൾ ആദ്യം ഫെയിൽ ആവും. അപ്പൊ മേജർ പോർഷനും ഫെയിൽ ആവും. ഓക്കെ, അപ്പൊ ഒരിക്കലും നമ്മളിപ്പോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോർട്ടാർ ഉപയോഗിക്കുക എന്നുള്ളത് എപ്പോഴും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. നമ്മളെ ബ്രിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, സ്ട്രെങ്ത് ഉള്ള മോർട്ടാർ വേണം ഉപയോഗിക്കാൻ. അതായത് നമുക്ക് സ്ട്രോങ്ങസ്റ്റ് മോർട്ടാറിന് എങ്ങനെ സ്ട്രെങ്ത് പറയാം, റിച്ചർ മിക്സും വീക്കർ മിക്സും അല്ലെ. റിച്ചർ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിമെന്റിന്റെ അളവ് കൂടുതലുള്ളത്, വീക്കർ മിക്സ് പറഞ്ഞാൽ സിമെന്റിന്റെ അളവ് കുറവുള്ളത്. ഓക്കെ, അപ്പൊ റിച്ചർ മിക്സിന് കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് കൂടുതലായിരിക്കും അല്ലെ. ഓക്കെ, റിച്ചർ മിക്സിന് അത് സിമെന്റ് കൂടിയത് കൊണ്ട് മാത്രം സ്ട്രെങ്ത് കൂടില്ല, അതിൽ വരുന്ന ഫൈൻ അഗ്രിഗേറ്റിന്റെ റേഷ്യോ കൂടി നോക്കും. ഓക്കെ, എനിവേ റിച്ചർ മിക്സ് അതുപോലെ തന്നെ വീക്കർ മിക്സ്. റിച്ചർ മിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് 1:4, 1:4, 1:5, 1:6 മൂന്ന് റേഷ്യോ ഉണ്ടെന്ന് വിചാരിക്കാം. റിച്ചർ മിക്സ് ഏതാണ്, 1:4 ആണ് അല്ലെ. അവിടെയാണ് എന്ത്, സിമെന്റിന്റെ കണ്ടന്റ് കൂടുതൽ. ഓക്കെ, സിമെന്റിന്റെ കണ്ടന്റ് കൂടുതലുള്ളതാണ് റിച്ചർ മിക്സ്. അപ്പൊ റിച്ചർ മിക്സിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, റിച്ചർ മിക്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിച്ചർ മിക്സ് എന്താണ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിക്കോണമെന്നില്ല. നമ്മുടെ ബ്രിക്കിന്റെ സ്ട്രെങ്ത് കൂടെ വേണം കമ്പയർ ചെയ്യാൻ. ബ്രിക്കിന്റെ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതൽ നമ്മുടെ മോർട്ടാറിന്റെ സ്ട്രെങ്ത് വരികയാണെങ്കിൽ അത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം വീക്കർ ആയിട്ടുള്ള മാസണറി യൂണിറ്റിന്റെ കൂടെ വീക്കർ മിക്സും, റിച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള മാസണറി യൂണിറ്റിന്റെ കൂടെ റിച്ചർ മിക്സുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, റിച്ചർ മോർട്ടാർ വിത്ത് സ്ട്രോങ്ങർ ബ്രിക്സ് ആൻഡ് വീക്കർ മോർട്ടാർ വിത്ത് വീക്കർ മിക്സ് ഡെവലപ്സ് മാക്സിമം സ്ട്രെങ്ത്. അങ്ങനെയാണ് മാക്സിമം സ്ട്രെങ്ത് ആവുക. അല്ലാതെ നമ്മളിപ്പം ഈ ബ്രിക്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രിക്സ് ഉണ്ട് അല്ലെ. സ്റ്റീൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. അതിൽ ഏറ്റവും ലോ ക്ലാസ് ആയിട്ടുള്ള ബ്രിക്ക് എടുത്ത് കംപ്രസീവ് സ്ട്രെങ്ത് ലെസ് ദാൻ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഒക്കെ ഉള്ള ഒരു ബ്രിക്ക് എടുത്ത് അതിൽ കൂടെ അതിന്റെ കൂടെ മോർട്ടാർ ഒരു 1:3 ഇടേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ആവുമ്പോൾ ഈ നമ്മുടെ ബ്രിക്കിനേക്കാളും സ്ട്രെങ്ത് മോർട്ടാറിന് വരും. അത് അൺഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ അതാണ് നമുക്ക് ഇത് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ്. ഓക്കെ, ഏതാണ് യൂസ് ചെയ്യേണ്ടത്, വീക്കർ ആയിട്ടുള്ള ബ്രിക്കിന്റെ കൂടെ വീക്കർ മിക്സും സ്ട്രോങ്ങർ ആയിട്ടുള്ള ബ്രിക്കിന്റെ കൂടെ റിച്ചർ മിക്സും യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞു വാളിനെ നമ്മൾ ഒരു കോളം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. കോളം ഓഫ് അതിന്റെ വിഡ്ത്ത് കുറച്ചധികമുള്ള കോളം ആയിട്ടാണ് വാളിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അതിൽ ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് കോളമായിട്ട് ആക്സിയൽ ലോഡ് അതിൽ വരുമ്പോൾ കോളമായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ എക്സെൻട്രിസിറ്റി. രണ്ട് രീതിയിൽ നമുക്ക് ലോഡ് ആക്ട് ചെയ്യാം അല്ലെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നല്ലെങ്കിൽ സെൻട്രൽ ലോഡ് ആക്ട് ചെയ്യാം, അതാണ് വിത്ത് ആക്സിയൽ ലോഡ്. അതിൽ കുറച്ച് മാറിയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് എക്സെൻട്രിക് ആവും അല്ലെ. ഓക്കെ, ഇവിടെ ഇപ്പൊ വാളിന്റെ കേസിൽ എക്സെൻട്രിക് എന്ന് പറയുമ്പോൾ എങ്ങനെ വരാം, ആണ് വാൾ അല്ലെ. ആക്സിയൽ ലോഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെൻട്രൽ ലോഡ് ആക്ട് ചെയ്യുന്നത്, എക്സെൻട്രിക് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ. ഓക്കെ, ഈ ഡയറക്ഷനിൽ എവിടെന്നെങ്കിലും മാറിയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് എക്സെൻട്രിക് ലോഡിംഗ് ആവും. ഒരു വാളിന്റെ അല്ലെങ്കിൽ കോളത്തിന്റെ ഒക്കെ നമ്മുടെ സ്ട്രെങ്ത്, അതിന് എത്രത്തോളം ലോഡ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറയപ്പോ അതിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ടാണ്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഹൈറ്റ് ഓഫ് ദ വാൾ, ലെങ്ത് ഓഫ് ദ വാൾ, തിക്നെസ് ഓഫ് ദ വാൾ ആൻഡ് സപ്പോർട്ട് കണ്ടീഷൻ. സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ വാൾ, ലെങ്ത് ഓഫ് ദ വാൾ, തിക്നെസ് ഓഫ് ദ വാൾ ആൻഡ് സപ്പോർട്ട് കണ്ടീഷൻ. കോളത്തിന്റെ ബേസിൽ നമുക്ക് ലെങ്ത് ഓഫ് കോളം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റൻഷൻ എന്തുണ്ട്, ഹൊറിസോണ്ടൽ ഡയറക്ഷനും എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ട് ഹൈറ്റും ലെങ്ത്തും തിക്നെസ്സും സപ്പോർട്ട് കണ്ടീഷനും അതിനെ ബാധിക്കും. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പൊ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാണ്. അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടും ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടും രണ്ട് സ്ലെൻഡർനെസ് റേഷ്യോ ഉണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ ഹൈറ്റ് ഓഫ് ദ വാള്, ലെങ്ത് ഓഫ് ദ വാള്, തിക്നെസ് ഓഫ് ദ വാള്, സപ്പോർട്ട് കണ്ടീഷൻ, ഇതിനെ നാലിനെ ബേസ് ചെയ്തിട്ടാണ് സ്ലെൻഡർനെസ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ നാലിന്റെയും കൂടെ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, സപ്പോർട്ട് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വാൾ എങ്ങനെ പല ടൈപ്പ് സപ്പോർട്ട് കണ്ടീഷൻ ഉണ്ടാവില്ലേ. ഇപ്പൊ നമുക്ക് ഒരു വാള് രണ്ട് സ്റ്റോറികൾക്ക് ഇടയിലുള്ള ഒരു വാളാന്ന് ചോദിക്കാം. അതായത് ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു വാൾ, ഇപ്പൊ താഴെ ഒരു റൂഫ് സ്ലാബ് ഉണ്ടാവും, ഫ്ലോർ സ്ലാബ് ഉണ്ടാവും, മുകളിൽ റൂഫ് സ്ലാബ് ഉണ്ടാവും അല്ലെ.
അപ്പൊ ഇതിൽ വരുന്ന സപ്പോർട്ട് കണ്ടീഷൻ വേറെയാണ്. ഇനിയിപ്പോ ഇൻ കേസ് ഏറ്റവും ടോപ്പിലൊരു വാളാണ്, ഓക്കെ, മുകളിൽ നമുക്ക് ട്രസ് ആണെന്ന് വിചാരിക്കുക, ഓക്കെ, താഴത്തെ റൂഫ് സ്ലാബ് ഉണ്ടാവും, മുകളിൽ ട്രസ് ഉണ്ടാവും, ഓക്കെ. അപ്പൊ ഇതിലുണ്ടാകുന്ന സപ്പോർട്ട് കണ്ടീഷൻ വേറെയാണ് അല്ലെ, ഇത് വേറൊരു കണ്ടീഷൻ ആണ്. അതുപോലെ തന്നെ വേറെ കേസ് ചിലപ്പോൾ ടിംബർ ഫ്ലോറിംഗ് ഉണ്ടാവും. രണ്ട് കേസുകളുണ്ട് മെയിൻ ആയിട്ട് വരുന്നത്, ഓക്കെ. അപ്പൊ നമുക്കൊരു വാൾ ഇങ്ങനെ ആക്ട് ചെയ്യണം, അതിന്റെ മേലെ സ്ലാബ് ഇങ്ങനെ സ്പാൻ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഈ സ്ലാബ് സ്പാൻ ചെയ്യേണ്ടത് ഈ വാളിലാണ്, ഓക്കെ, ഇവിടെയും വാൾ ഉണ്ടാവും. ഇങ്ങനത്തെ കേസുകളുണ്ട്. ചില കേസുകളിൽ സ്പാനിങ് ഈ ഡയറക്ഷനിലോട്ടാവില്ല, എന്നിട്ട് വെറുതെ ഒരു പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ, സ്പാനിങ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ, ഓക്കെ. അപ്പൊ ചില കേസുകളിൽ ചില ടിംബർ ബീമുകളൊക്കെ ഉണ്ടാവും, ടിംബർ ബീമുകൾ അല്ലെങ്കിൽ ടിംബർ സ്ലാബുകളൊക്കെ ഉണ്ടാവും. അപ്പൊ വാള് ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇടക്ക് കുറച്ച് നമ്മൾ ജോയിസ്റ്റുകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറെ ബീമുകൾ ഉണ്ടാവും അല്ലെ, ബീമുകൾ ഉണ്ടാവും, ഇടക്ക് ബീമുകൾ ഉണ്ടാവും. അതിന്റെ മുകളിലായിരിക്കും ഒരു ടിംബർ ഫ്ലോർ ഉണ്ടാവുക, ഓക്കെ. ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഈ വാളിലല്ല സ്പാൻ ചെയ്യുന്നത്, ഈ ബീമുകളിലാണ് സ്പാൻ ചെയ്യുന്നത്. പക്ഷെ എന്താണ്, വാളില് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, വാളിലോട്ട് തന്നെ ആങ്കർ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒരു ടൈപ്പ് സപ്പോർട്ട് കണ്ടീഷൻ ആണ് അല്ലെ. ഇനി നമ്മൾ കോമ്പൗണ്ട് വാൾ എടുത്തു കഴിഞ്ഞാലോ, കോമ്പൗണ്ട് വാൾ എടുത്തു കഴിഞ്ഞാൽ താഴെ മാത്രമേ സപ്പോർട്ട് ഉള്ളൂ അല്ലേ, ഫൂട്ടിങ്ങിലാണ് ആ സപ്പോർട്ട് ചെയ്തേക്കുന്നത്, ഫൂട്ടിങ്ങിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഫൂട്ടിങ്ങിൽ നിന്നാണ് കോമ്പൗണ്ട് വാൾ പൊങ്ങണം അല്ലെ. അപ്പൊ എന്താണ്, മുകളിൽ ഫ്രീ ആണ്, താഴെ ഫൂട്ടിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. അങ്ങനത്തെ കേസ് വരാം, അത് വേറെ ഒരു സപ്പോർട്ട് കണ്ടീഷൻ ആണ്, ഓക്കെ. വേറെ ഏത് കേസ് വരാം, പാരപ്പറ്റ് വാളുകൾ അല്ലെ. പാരപ്പറ്റ് വാളുകൾ എങ്ങനെ വരാം, പാരപ്പറ്റ് വാളുകൾ, ഓക്കെ, ഇങ്ങനെ ആക്ട് ചെയ്യും. അതിന്റെ താഴെ എന്തുണ്ട്, റൂഫ് സ്ലാബ് ഉണ്ടാവും അല്ലെ, റൂഫ് സ്ലാബിന്റെ മുകളിൽ. അപ്പോൾ ഒരു എൻഡ് ഫ്രീ ആണ്, ഒരു എൻഡിൽ റൂഫ് സ്ലാബ് ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സപ്പോർട്ട് കണ്ടീഷൻസ് എങ്ങനെയാണ് സപ്പോർട്ട് കണ്ടീഷൻ ഇൻ വാൾസ് വരിക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കോളത്തിൽ നമുക്കറിയാം, നമ്മൾ സപ്പോർട്ട് കണ്ടീഷൻ പറഞ്ഞിരുന്നില്ലേ, ബോത്ത് എൻഡ് ഫിക്സ്, വൺ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് അതർ എൻഡ് ഫിക്സ് അല്ലെ, രണ്ട് എൻഡ് ഹിഞ്ച്ഡ്, ഒരു എൻഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഫ്രീ, ഓക്കെ. ഞാൻ 4 കണ്ടീഷൻസ് അവിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് കണ്ടീഷൻസ് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്, ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു, ഒരു വാളിനെ നമ്മൾ ലാറ്ററൽ ആയിട്ട് സപ്പോർട്ട് കൊടുക്കും. ലാറ്ററൽ ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് എന്തിനാണ്, ലാറ്ററൽ സപ്പോർട്ടുകൾ ഏതൊക്കെയാണ് ടൈപ്പിലാണ് കൊടുക്കുന്നത്, പിയർ ആയിട്ടോ ബട്ടർസ് ആയിട്ടോ ക്രോസ് വാളുകളായിട്ടാണ് കൊടുക്കുന്നത്, ഓക്കെ. ലാറ്ററൽ ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഒന്ന് അതിന്റെ സ്റ്റെബിലിറ്റി ആണ്, മേജർ സ്റ്റെബിലിറ്റി തന്നെയാണ്. സ്റ്റെബിലിറ്റി ഏതൊക്കെ ടൈപ്പിൽ, ലാറ്ററലി വല്ല ലോഡുകൾ വന്നാൽ അതിനെയും തടുക്കണം, അല്ലെങ്കിൽ ബക്ലിംഗ് ബിഹേവിയറിനെയും തടുക്കണം അല്ലെ, ബക്ലിംഗ് ബിഹേവിയറിനെയും തടുക്കണം. അതായത് ഒരു വാളിൽ ഇങ്ങനെ ആക്ട് ചെയ്യാണ്, ഓക്കെ, ലാറ്ററലി വല്ല ലോഡുകളും വരികയാണ്, വല്ല ഇനി ഹെവി വിൻ ലോഡ് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോ ഒരു വാൾ റീറ്റൈനിങ് വാൾ ആണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ ലോഡ്സ് വരും, ഓക്കെ. അത്തരം കേസുകളിൽ എന്ത് ചെയ്യണം, ഈ വാളിന്റെ ലാറ്ററലി ഉള്ള സ്റ്റെബിലിറ്റി കിട്ടണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ക്രോസ് വാളുകളോ അല്ലെങ്കിൽ ബട്രസ്, ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്, ബട്രസ് ആണ്, ഓക്കെ. ബട്രസോ അല്ലെങ്കിൽ പിയർ ഒക്കെ കൊടുക്കുന്നത് ഈ ലാറ്ററൽ സ്റ്റെബിലിറ്റിക്കാണ്. വേറെ എന്തിനാണ്, വേറെ പർപ്പസ് എന്താണ്, മുകളിൽ നിന്ന് വരുന്ന ലോഡ് തന്നെ, അല്ലെങ്കിൽ ലാറ്ററലി ആണെങ്കിലും കുഴപ്പമില്ല, അത് എക്സെൻട്രിക് ആയിട്ട് വരുന്ന ലോഡുകളാണെങ്കിൽ ഇതിനെന്തുണ്ട്, ഒരു ബക്ലിംഗ് ബിഹേവിയർ ഉണ്ടാവും അല്ലെ. ഈ കോൾ എങ്ങനെ ഒരു ബക്കിൾ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, സോറി കോൾ അല്ല വാൾ, ഓക്കെ, വാൾ ബക്കിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബക്ലിംഗ് ബിഹേവിയറിനെയും എന്ത് ചെയ്യണം, നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, ഓക്കെ. അതിനാണ് ലാറ്ററൽ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാണുള്ളത്. ലാറ്ററൽ സപ്പോർട്ട്സ് ആർ ഫോർ എ masonry ലോഡ് ബിയറിംഗ് വാൾ ആർ ഇന്റൻഡഡ് ടു ലിമിറ്റ് സ്ലെൻഡർനെസ് ഓഫ് masonry element. സ്ലെൻഡർനെസ് masonry element എന്ന് പറഞ്ഞാൽ ഇതിനാണ് സ്ലെൻഡർനെസ് റേഷ്യോ ലിമിറ്റ് ചെയ്യണത്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മളിപ്പോ ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ലെങ്ത് ബൈ റേഡിയസ് ഓഫ് ഗരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ആക്ച്വലി മീൻ ചെയ്യണത്. നമുക്കറിയാം, ഒരു മെമ്പർ, നമ്മളൊരു വടി എടുക്കുക, ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പ്രിസം ഉണ്ടെന്നായിരിക്കും. പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വാട്ടർ ബോട്ടിൽ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ സ്ലെൻഡർ ആണോ കമ്പയർഡ് ടു ഒരു നമ്മളൊരു സ്കെയിൽ, ഒരു സ്റ്റീലിന്റെ സ്കെയിൽ എടുക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു കെയിൻ, നമ്മളൊരു ചൂരൽ വടിയൊക്കെ എടുക്കുകയാണ് അല്ലെ. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലെൻഡർ ഏതാണ്, കെയിനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിന്റെ സ്കെയിലോ ഒക്കെയാണ് അല്ലെ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, എത്രത്തോളം തിന്നാണെന്ന് അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈഡ് വൈസ് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ ടോപ്പിലും ബോട്ടത്തിലും പിടിച്ച് ടോപ്പിൽ നിന്ന് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ സൈഡ് വൈസ് ബെൻഡ് ആവും ഇല്ല, അത് ക്രഷ് ആവാനേ ചാൻസ് ഉള്ളൂ. എന്നാൽ നമ്മൾ ആ സ്റ്റീലിന്റെ സ്കെയിലില് 30 സെന്റിമീറ്റർ സ്കെയിൽ ടോപ്പും ബോട്ടത്തിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് സൈഡ് വൈസ് ബക്കിളാവും. എന്തുകൊണ്ടാണ് അത് ഒന്നുകൂടി സ്ലെൻഡർ ആണ് അല്ലെ. ലെങ്ത്തും അതിന്റെ വിഡ്ത്തും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ലെങ്ത് ഭയങ്കര കൂടുതലാണ്. അതാണ് ആക്ച്വലി സ്ലെൻഡർനെസ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ സ്ട്രക്ചറിന്റെ ഈ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ അതെന്താ ലിമിറ്റ് ചെയ്യണം അല്ലെ. ലെങ്ത് ഭയങ്കര കൂടാൻ പാടില്ല, അതിന്റെ
ലാറ്ററൽ ഡയമെൻഷൻ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടാൻ പാടില്ല. അപ്പൊ അതാണ് നമ്മൾ ലിമിറ്റിംഗ് സ്ലെൻഡർനെസ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ബക്ലിംഗ് ബിഹേവിയർ കൂടും. ഓക്കെ. So masonry element so as to prevent or reduce possibility of buckling of the member due to vertical load. Okay. Due to vertical load. Okay now. Then നമ്മൾ പറഞ്ഞു അടുത്തത് resist horizontal component of forces so that the stability of the structure against overturning is ensured. ഏതെങ്കിലും ടൈപ്പിൽ വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വല്ല വരുന്ന ഫോഴ്സുകൾ അല്ലെ, ഇപ്പൊ വെർട്ടിക്കൽ ആയിട്ട് വല്ല ലോഡ് വരുന്ന അതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് ലോഡ്. ഓക്കെ. അങ്ങനത്തെ കേസിൽ വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ലോഡ് കാരണം ഇത് ഓവർടേൺ ചെയ്യാനുള്ള ചാൻസ്. ഓവർടേണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലെ, ഓവർടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതിനെയും പ്രിവെന്റ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം, ലാറ്ററൽ സപ്പോർട്ടുകൾ കൊടുത്തിട്ട്. അപ്പൊ ലാറ്ററൽ സപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? പിയർ ബട്രസ്. പിയർ ബട്രസ് സെയിം ആക്ഷൻ ആണ്. ക്രോസ് വാളും വേറെ സെയിം ആക്ഷൻ തന്നെയാണ്, അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ്. ക്രോസ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ഓക്കെ. ക്രോസ് വാളുകൾ. ഓക്കെ. ഇനി ക്രോസ് വാളുകൾ മാത്രമല്ല, നമുക്കിപ്പോ ക്രോസ് വാളുകൾ എന്ന് പറഞ്ഞപ്പോ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ ഒരു റൂമിന്റെ വാളാണിത്. ഓക്കെ. ഈ ഒരു നമ്മൾ വാളാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്താണ്? ക്രോസ് വാളുകളാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ ഈ ഒരു വാളിന്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ക്രോസ് വാൾ മാത്രമല്ല, എന്തുണ്ട്? റൂഫും ഫ്ലോറും. ഓക്കെ. അതും ലാറ്ററൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. റൂഫ് ആൻഡ് ഫ്ലോർ. നമ്മൾ ലാറ്ററൽ സപ്പോർട്ട് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ലാറ്ററൽ സപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? ബൈ ഫ്ലോർ, റൂഫ്, ബിയറിംഗ് ഓൺ വാൾസ്. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലല്ലേ? ഈ ഡയറക്ഷനിലാണ് എന്തുള്ളത്? ഈ ഡയറക്ഷനിലാണ് ഫ്ലോർ റൂഫുകൾ ഉള്ളത്. അതാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ലാറ്ററൽ സപ്പോർട്ട് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ ഫ്ലോർ ഓർ റൂഫ് ബിയറിംഗ് ഓൺ വാൾ. ഫ്ലോർ ഓർ റൂഫ് ബിയറിംഗ് ഓൺ വാൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇതിലോട്ട് റെസ്റ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ വാളിന്റെ മുകളിൽ കുറച്ച് ഭാഗം ബിയർ ചെയ്യും അല്ലെ, ചിലപ്പോൾ ഫുൾ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്യും, റൂഫ് റെസ്റ്റ് ചെയ്യും. ആ ബിയറിംഗ് ആണ് ഇതിന് എന്ത് ചെയ്യുന്നത്, ലാറ്ററലായി ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്, അതായത് ഒരു വാൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ, അതായത് ഈ ഒരു ലെവലിൽ അല്ലെ, ഈ ഒരു ലെവലിൽ എന്താണ്? ബട്രസ്, ക്രോസ് വാൾ, പിയറുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. എന്തിന്? ഹൊറിസോണ്ടൽ ഡയറക്ഷന്റെ ലാറ്ററൽ സപ്പോർട്ട്. ഓക്കെ. ഇനി ലാറ്ററൽ സപ്പോർട്ട് ഷുഡ് ബി കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ്. നമ്മുടെ ഒരു ലാറ്ററൽ സപ്പോർട്ടിന് മിനിമം എന്തൊക്കെ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ അത് 2 പോയിന്റ് ആണ് പറയുന്നത്. ഒന്ന്, നമുക്കറിയാം ഒരു ലാറ്ററൽ സപ്പോർട്ട്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു ക്രോസ് വാൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബട്രസ് ഉണ്ടെന്ന് വിചാരിക്കാം. ബട്രസ് ഇവിടെ വരുന്ന ലാറ്ററൽ ലോഡിനെ സ്റ്റാറ്റിക് ആയിട്ട് അത് റെസിസ്റ്റ് ചെയ്യണം അറ്റ് ദ പോയിന്റ് ഓഫ് ലാറ്ററൽ സപ്പോർട്ട്. ഇപ്പൊ ഇവിടെ ഇതിപ്പോ ഒരുപാട് പോയിന്റ് ഉണ്ട് അല്ലെ. ഇതിപ്പോ ഈ ലാറ്ററൽ ആയിട്ടുള്ള ഈ ബട്രസ് ഈ നമ്മുടെ മെയിൻ വാളിൽ കണക്ട് ആയിട്ടുള്ളത് ഈ ഒരു ഭാഗങ്ങളിലാണ് അല്ലെ. ഈ ഭാഗങ്ങളിൽ വരുന്ന ലാറ്ററലി വരുന്ന ഫോഴ്സുകൾ അത് റെസിസ്റ്റ് ചെയ്യണം. അത് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ 50 കിലോ ന്യൂട്ടൺ വരികയാണെങ്കിൽ ഇവിടെ 50 കിലോ ന്യൂട്ടൺ റിയാക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. ഇവിടെ 50 കിലോ ന്യൂട്ടൺ വന്നു, ഈ ഒരു സ്ട്രക്ചറിന് 40 റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്? 10 കിലോ ന്യൂട്ടൺ ലോഡ് ഇങ്ങോട്ട് നെറ്റ് ആയിട്ട് ആക്ട് ചെയ്യൂലേ. അപ്പൊ എന്താ ഉണ്ടാവുക? ഇത് ഫീൽ ആവും. ഓക്കെ. അതാണ് ആദ്യത്തെ പോയിന്റ്. സിമ്പിൾ സ്റ്റാറ്റിക് റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് ലാറ്ററൽ സപ്പോർട്ട് ടു ഓൾ ലാറ്ററൽ ലോഡ്സ്. എല്ലാ ലാറ്ററലും സിമ്പിൾ ആയിട്ട് സ്റ്റാറ്റിക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. സ്റ്റാറ്റിക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. എന്തെങ്കിലും ലാറ്ററൽ ലോഡുകൾ വരുമ്പോൾ അതിനപ്പുറത്തേക്ക് വന്ന് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊളാപ്സ് ആവും. ഓക്കെ. അതാണ് ലാറ്ററൽ സപ്പോർട്ടിന്റെ മെയിൻ ഫസ്റ്റ് ഫംഗ്ഷൻ. അടുത്ത എന്താണ്? വെർട്ടിക്കലി വരുന്ന ലോഡിന്റെ, ഡിസൈൻ ലോഡിന്റെ 2.5% എന്ത് ചെയ്യണം, ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അതായത് നമ്മൾ ബട്രസ് പറഞ്ഞു, ഇപ്പൊ ബട്രസ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന വിചാരിക്കാം. ഇതിന് ഒരു ഡിസൈൻ ലോഡ് ഉണ്ടാവും, വെർട്ടിക്കൽ എത്ര ലോഡ് എടുക്കും എന്നുള്ളത്. അതിന്റെ 2.5% ഈ പോയിന്റുകളിൽ എന്ത് ചെയ്യണം, ഇത് റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ 2 കണ്ടീഷൻ ആണ് പറഞ്ഞത്. ഒന്ന്, ലാറ്ററലി വരുന്ന ലോഡുകളെ സ്റ്റാറ്റിക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ആക്സിയൽ ലോഡിന്റെ 2.5% എന്ത് ചെയ്യണം, ഇതിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇതെല്ലാം കോഡിൽ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളും കോഡിലുണ്ട്. ഓക്കെ. ഇതാ ഈ വരുന്ന പോർഷൻ 4.2 ലാറ്ററൽ സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി 4.2 എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നതാണ് ഇത് കംപ്ലീറ്റ് കാര്യം. ഓക്കെ. ഓക്കെ.
ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. സ്ലണ്ടർനെസ് റേഷ്യോ. ഇനി നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലണ്ടർനെസ് റേഷ്യോ ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ സ്ലണ്ടർനെസ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. സ്ലണ്ടർനെസ് റേഷ്യോ. സ്ലണ്ടർനെസ് റേഷ്യോ വാളിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. ഒന്ന് എഫക്റ്റീവ് ഹൈറ്റ് ബൈ എഫക്റ്റീവ് തിക്നെസ്, അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ബൈ എഫക്റ്റീവ് തിക്നെസ്. അതായത് സ്ലണ്ടർനെസ് റേഷ്യോ ബേസ്ഡ് ഓൺ ലെങ്ത്തും ഉണ്ട്, സ്ലണ്ടർനെസ് റേഷ്യോ ബേസ്ഡ് ഓൺ ഹൈറ്റും ഉണ്ട്. ഓക്കെ, രണ്ടിന് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് തിക്നെസ്. അപ്പൊ ഇവിടെ രണ്ട് വാല്യൂ അല്ലേ, ഇതിൽ ഏതാണോ ലീസ്റ്റ് അതാണ് നമ്മൾ ഡിസൈന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, ലീസ്റ്റ് ഓഫ് ദ ടു ഈസ് ടേക്കൺ ഫോർ ഡിറ്റർമൈൻ ഡിസൈൻ സ്ട്രെസസ് ഇൻ വാൾ. കാരണം അത് സ്ലണ്ടർനെസ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ അത് എന്താണ്, ഓക്കെ, കൂടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസൈറബിൾ അല്ല. ഓക്കെ, അപ്പൊ ഏറ്റവും കുറവുള്ളത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സ്ലണ്ടർനെസ് റേഷ്യോ effective height by effective thickness, effective height by effective thickness, effective length by effective thickness. അപ്പൊ നമുക്കറിയാം ഇവിടെ പേജ് 15 IS 95 ക്ലോസ് 2.21 ഇത് കൊടുത്തിട്ടുണ്ട്. ഇതില് നമുക്ക് എന്ത് ചെയ്യണം, ഇനി എന്താണ് എഫക്റ്റീവ് ഹൈറ്റ് എന്താണ് ലെങ്ത് എന്താണെന്ന് നമുക്ക് അറിയാം. ഒരു വാളിന്റെ ഹൈറ്റ് എന്താണ് ലെങ്ത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി എഫക്റ്റീവ് ഹൈറ്റ് എന്താണ്, എഫക്റ്റീവ് ലെങ്ത് എന്താണ്, എഫക്റ്റീവ് തിക്നെസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതാണ് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ IS 1905 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്ലണ്ടർനെസ് റേഷ്യോയുടെ വാല്യൂസ് അത് അവിടെ കൊടുത്തിട്ടുള്ള ടേബിൾ ആണ്. സെയിം ടേബിൾ അവിടെ തന്നെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. മാക്സിമം വാല്യൂ ഓഫ് സ്ലണ്ടർനെസ് റേഷ്യോ ഫോർ എ ലോഡ് ബിയറിംഗ് വാൾ. ലോഡ് ബിയറിംഗ് വാളിന്റെ മാക്സിമം വാല്യൂ അതിൽ പറയുന്നുണ്ട്. നമ്പർ ഓഫ് സ്റ്റോറീസ്, ബിൽഡിങ്ങിന്റെ നമ്പർ ഓഫ് സ്റ്റോറി രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ അതിൽ കുറവാണെങ്കിൽ ഈ റോ ഉപയോഗിക്കാം, രണ്ടിൽ കൂടുതലാണെങ്കിൽ ഈ റോ അല്ലേ. ഇവിടെ മോർട്ടാറിൽ OPCയോ PPCയോ സിമെന്റിന്റെ തന്നെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റോ അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് പൊസലോണ സിമെന്റോ യൂസ് ചെയ്യുകയാണെങ്കിൽ 27 ആണ് മാക്സിമം വാല്യൂ. അത് എത്ര സ്റ്റോറി ആണെങ്കിലും 27 ആണ്. ലൈവ് മോർട്ടാർ ആണെങ്കിൽ അപ് ടു 2 സ്റ്റോറി 20 ആണ്. 2 സ്റ്റോറിനേക്കാളും കൂടുകയാണെങ്കിൽ 13 ആണ്. സ്ലണ്ടർനെസ് റേഷ്യോയുടെ വാല്യൂ മാക്സിമം ആണ്, മാക്സിമം ലിമിറ്റ് ആണ്. ഓക്കെ, ഇത് അവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, ടേബിൾ നിങ്ങൾക്ക് റെഫർ ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇതാണ് ടേബിൾ 7 IS 1905 1987 ടേബിൾ 7 പേജ് നമ്പർ 15. ഓക്കെ, പേജ് നമ്പർ 15. ഇവിടെ അതിന്റെ ക്ലോസ് പറയുന്നത് എന്താണ് സ്ലണ്ടർനെസ് റേഷ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് ദ വാൾ, എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് ദി വാൾ എന്താണ് എഫക്റ്റീവ് ഹൈറ്റ്, അതും ഈ പേജ് നമ്പർ 11 അവിടെ നിന്ന് അങ്ങോട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഓക്കെ, is the function of actual height and condition of support. ഓക്കെ, ഇവിടെ അവിടെ ഒരു ടേബിളർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ അവിടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ നമ്മൾ ഈ കോളത്തിന്റെ രണ്ടെൻഡ് ഫിക്സർ അല്ലെ, അതേപോലത്തെ ഒരു അതിന് സിമിലാരിറ്റി ഉള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് അവിടെ നമ്മൾ പറഞ്ഞു ബോത്ത് ആൻഡ് ഫിക്സർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബോത്ത് ആൻഡ് ഫിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ലേഷനിലും റൊട്ടേഷനിലും റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെങ്കിലും. അതാണല്ലോ ബോത്ത് ആൻഡ് ഫിക്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ റീസ്ട്രെയിൻസ് ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് എന്താണ് സപ്പോർട്ട്, നമ്മളുടെ കണ്ടീഷൻസ് ഒരുപാടുണ്ട് അല്ലേ. റൂഫ് വരാം, റൂഫ് സ്ലാബ് വരാം, ഡോർ സ്ലാബ് വരാം, അല്ലെങ്കിൽ വല്ല ക്രോസ് വാൾ വരാം. ആ രീതിയിലൊക്കെ സപ്പോർട്ട് കണ്ടീഷൻസ് ഹൈറ്റ് വൈസ് മാറും. ഓക്കെ, അതിൽ തന്നെ സ്പാൻ ചെയ്യേണ്ടതും സ്പാൻ ചെയ്യാത്തതും. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടീഷൻ വരുന്നത് എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ടേബിൾ 4. ഓക്കെ, എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് വാൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് എനിക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ടേബിൾ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യം ഒരു കാര്യം പറയാം. ഇവിടെ കൊടുത്തിട്ടുള്ള എച്ച് എന്താണ്. ഓക്കെ, അതും അതിന്റെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ വാൾ. ഹൈറ്റ് ഓഫ് ദ വാൾ എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം. ഓക്കെ, മുകളിലും താഴെയും സ്ലാബുകളാണെന്നുണ്ടെങ്കിൽ, അതായത് വാളിന്റെ മുകളിലും താഴെയും സ്ലാബ് ആണെങ്കിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലാബ്, അതാണ് ആക്ച്വൽ ഹൈറ്റ് എച്ച്. ആക്ച്വൽ ഹൈറ്റ് എച്ച്.
മുകളിലും താഴെ സ്ലാബ് ആണെങ്കിൽ, താഴെ സ്ലാബും മുകളിൽ ട്രസ്സും ആണെങ്കിൽ സ്ലാബിന്റെ സെന്റർ തൊട്ട് മുകളിൽ ട്രസ്സിന്റെ ടൈ ബീമിന്റെ ബോട്ടം വരെ. ഓക്കെ, ശ്രദ്ധിക്കണം, അത് അവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അവിടെ നിങ്ങൾക്ക് IS കോഡ് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് മുകളിലും താഴെ സ്ലാബുകളാണെങ്കിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലാബുകൾ. ഓക്കെ, അപ്പൊ താഴത്തെ സ്ലാബിന്റെ പകുതി തൊട്ട് മുകളിലത്തെ സ്ലാബിന്റെ പകുതി വരെ, അതാണ് വാളിന്റെ ആക്ച്വൽ ഹൈറ്റ്. എഫക്റ്റീവ് അല്ല, എഫക്റ്റീവ് നമ്മൾ സപ്പോർട്ട് കണ്ടീഷൻ വെച്ച് നോക്കണം. ആക്ച്വൽ ഹൈറ്റ് H, ക്യാപിറ്റൽ H. ഓക്കെ, ദെൻ ഇനി മുകളിൽ റൂഫ് ട്രസ് ആണെങ്കിൽ താഴത്തെ റൂഫ് സ്ലാബിന്റെ സെന്റർ തൊട്ട് താഴത്തെ സ്ലാബിന്റെ സെന്റർ തൊട്ട് മുകളിലത്തെ റൂഫ് ട്രസ്സിന്റെ ടൈ ബീമിന്റെ ബോട്ടം. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം ആൻഡ് സ്ലാബ് അറേഞ്ച്മെന്റ് ആണെങ്കിൽ, ഇപ്പൊ താഴെ ഇപ്പൊ ഒരു ബീം ആൻഡ് സ്ലാബ്, നമ്മൾ സാധാ ഒരു ഫ്രെയിംഡ് ബിൽഡിംഗ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഫ്ലോറിൽ കയറി നിൽക്കുകയാണ് വിചാരിക്കുക. ഫസ്റ്റ് ഫ്ലോർ കയറി നിൽക്കുകയാണ്, താഴേക്ക് നോക്കുമ്പോൾ താഴെ ഫ്ലോർ സ്ലാബ് ആണ് ഉണ്ടാവില്ലേ, മുകളിൽ നമുക്ക് ബീമിന്റെ ബോട്ടം കാണാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനത്തെ കേസിൽ താഴത്തെ സ്ലാബിന്റെ സെന്റർ തൊട്ട് മുകളിലത്തെ ബീമിന്റെ സെന്റർ വരെ. ഓക്കെ, മുകളിലത്തെ ബീമിന്റെ സെന്റർ വരെയാണ് എഫക്റ്റീവ് ഹൈറ്റ് അല്ല, ആക്ച്വൽ ഹൈറ്റ് ഓഫ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ടേബിൾ 4 ഒന്നുകൂടി നോക്കാം, ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ. ഇവിടെ ടേബിൾ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് വാൾ. അതിന്റെ ഒരു ഫിഗർ പോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വേണമെങ്കിൽ ഫിഗർ കൂടി, ഈ ഒരു ഫിഗർ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ചോദിക്കുമ്പോൾ വലിയ 8 മാർക്കിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫിഗർ കൂടി ഉൾപ്പെടുത്താം. ഈ ഫിഗറും കൂടെ കൊടുത്തിട്ടുണ്ട്, ഫിഗർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണെന്നുള്ളത്. ഓക്കെ, ഫിഗറും കൂടെ ഇതിൽ ഉണ്ട്. ഓക്കെ ആണോ? ഇനി നമുക്ക് അതിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ, ലാറ്ററൽ ആസ് വെൽ ആസ് റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പൊ നമ്മൾ പറയുന്നത് ടോപ്പും ബോട്ടത്തിലും എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളതാണ്. രണ്ട് സ്ഥലത്തും ലാറ്ററൽ ആസ് വെൽ ആസ് റൊട്ടേഷണൽ റീസ്ട്രെയിൻ, രണ്ട് സൈഡിലും എന്താണ് ലാറ്ററൽ റീസ്ട്രെയിൻസ് ഉണ്ട്, റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് ഉണ്ട്. അതായത് ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് റെസിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റൊട്ടേഷണൽ റെസിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കേസിൽ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 H ആണ്. എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 H ആണ്. അപ്പൊ നമ്മൾ നോർമലി എപ്പോഴാണ് അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, when floors bar roofs span on the walls, when floors bar roofs span on the walls, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വാൾ ഇതാണ്. ഓക്കെ, സ്പാൻ ഓൺ ദ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് വാൾ, ഇതിന്റെ മുകളിലാണ് ഇത് സ്പാൻ ചെയ്യുന്നത്, ഇതിന്റെ സ്പാൻ ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, അത് ഏത് ടൈപ്പ് റൂഫ് ആണെങ്കിലും, അത് ഏത് ടൈപ്പ് റൂഫാണ്, ടിമ്പർ റൂഫ് ആണെങ്കിലും അല്ലെങ്കിൽ ടിമ്പർ ഫ്ലോർ ആണെങ്കിലും, ഓക്കെ, സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, അവിടെ ട്രാൻസ്ലേഷൻ റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് ആയി ഈ വാളിൽ. ഓക്കെ, ഈ വാളിന്റെ കേസ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ ബോട്ടത്തിലും ടോപ്പിലും എന്താണ് സ്പാൻ ചെയ്യാൻ. ഇനി RCC സ്ലാബിന്റെ കേസിൽ സ്പെഷ്യൽ ആണ്. RCC സ്ലാബ് ആസ് ബിയറിംഗ് ഓൺ ദ വാൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് സ്പാൻ. RCC സ്ലാബുകളാണെങ്കിൽ ഈ ഒരു വാളിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിൽ ബിയറിംഗ് മാത്രം ഉണ്ടായാൽ മതി, ഇങ്ങോട്ട് സ്പാൻ ചെയ്യണം എന്നില്ല, ജസ്റ്റ് ഒരു ബിയറിംഗ്. ഓക്കെ, ഈ ഡയറക്ഷൻ അത് സ്പാൻ ചെയ്യണം എന്നില്ല, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് സ്പാൻ ചെയ്യണം. ഓക്കെ, അപ്പോ രണ്ട് കണ്ടീഷൻ, ടിമ്പറോ അല്ലെങ്കിൽ ടിമ്പർ റൂഫുകളാണെന്ന് വിചാരിക്കുക. ടിമ്പർ റൂഫുകൾ രണ്ട് വാളുകളിലും സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ലാറ്ററൽ റൊട്ടേഷൻ റീസ്ട്രെയിൻസ് ആയി. RCC റൂഫ് അല്ലെങ്കിൽ സ്ലാബുകൾ എന്താണ്, അതിൽ ബിയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് സ്പാൻ ചെയ്താലും കുഴപ്പമില്ല, സ്പാൻ ചെയ്താൽ ഓൾറെഡി ആയി, സ്പാൻ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നം. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്, ലാറ്ററൽ ആസ് വെൽ ആസ് റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പൊ മനസ്സിലായല്ലോ എപ്പോഴാണ് ലാറ്ററൽ റീസ്ട്രെയിൻസ് ഉണ്ടാകുന്നത്, റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് ഉണ്ടാകുന്നത്. രണ്ടും ഉണ്ടാകുന്ന എപ്പോഴാണ്, ഇതിൽ സ്പാൻ ചെയ്യണം അല്ലെ, രണ്ടിലും സ്പാൻ ചെയ്യണം. RCC സ്ലാബ് ആവുമ്പോൾ ജസ്റ്റ് ബിയറിംഗ് മാത്രം മതി. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം, ലാറ്ററൽ ആസ് വെൽ ആസ് റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ ലാറ്ററൽ റൊട്ടേഷൻ റീസ്ട്രെയിൻസ് ഉണ്ട്, ആൻഡ് ഓൺലി ലാറ്ററൽ റീസ്ട്രെയിൻ അറ്റ് ദി അതർ എൻഡ്, ഓൺലി ലാറ്ററൽ റീസ്ട്രെയിൻ അറ്റ് ദി അതർ എൻഡ്. ഓക്കെ, ഒരു എൻഡിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഒരു എൻഡിൽ ലാറ്ററൽ റീസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ, റൊട്ടേഷണൽ റീസ്ട്രെയിൻ ഇല്ല. അപ്പൊ അതെങ്ങനെ സംഭവിക്കാൻ നോക്കാം. RCC സ്ലാബ് വിത്ത് സഫീഷ്യന്റ് ബിയറിംഗ് അറ്റ് വൺ എൻഡ്, ഒരു സൈഡിൽ RCC സ്ലാബ് ആണ്, അടുത്ത സൈഡിൽ ടിമ്പർ ഫ്ലോർ നോട്ട് സ്പാനിങ് ഓൺ ദ വാൾ, ടിമ്പർ ഫ്ലോർ നോട്ട് സ്പാനിങ് ഓൺ ദ വാൾ ബട്ട് ആങ്കർഡ് ടു ഇറ്റ് എന്നാണ്. അതായത് ഇതിന്റെ ഒരു സൈഡിൽ ഇപ്പൊ താഴത്തെ ഫ്ലോറിൽ
RCC സ്ലാബ് ആണ്. അത് ബിയർ ചെയ്താൽ തന്നെ അവിടെ ട്രാൻസ്ലേഷൻ ആൻഡ് റെട്രോഷൻ റെസിസ്റ്റന്റ് ആയി. അടുത്ത ഫ്ലോറിൽ മുകളിൽ ടിമ്പർ ഫ്ലോർ ആണ്. അവിടെ എന്താണ് അത് ഇതിലോട്ട് സ്പാൻ ചെയ്യുന്നില്ല. അതായത് അതിനിടയ്ക്ക് ജോയിസ്റ്റുകൾ വല്ലതും ഉണ്ടാവും, അതിലാണ് അത് സ്പാൻ ചെയ്യണത്. ഈ ബീമിൽ നമ്മുടെ വാളിൽ അത് സ്പാൻ ചെയ്യുന്നില്ല. പക്ഷെ എന്തുണ്ട്, അതിനൊരു കണക്ഷൻ ഉണ്ട്, അതിനോട്ട് ആങ്കർ ചെയ്തിട്ടുണ്ട്, ഇതിലോട്ട് അത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ആ കേസ്. അതാണ് 0.85H. ഓക്കെ, രണ്ട് കേസ് കഴിഞ്ഞു. ഇനി രണ്ട് സ്ഥലത്തും ലാറ്ററൽ റെസിസ്റ്റൻസ് വിത്തൗട്ട് റൊട്ടേഷണൽ റെസിസ്റ്റൻസ് ആണ് പോകുന്നത്. രണ്ട് സൈഡിലും ലാറ്ററൽ റെസിസ്റ്റൻസ് മാത്രം. അതായത് എന്താണ്, രണ്ട് സൈഡിലും ഒരു ടിമ്പർ ഫ്ലോർ അതെന്ത് ചെയ്യുന്നില്ല, ആ വാളിലോട്ട് സ്പാൻ ചെയ്യുന്നില്ല, പക്ഷെ അതിലായിട്ട് ആങ്കർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. അതാണ് അടുത്ത കേസ്, അത് 1H. ഓക്കെ, ഇനി lateral as well as rotation restraints at bottom but have no restraints at the top. നമ്മൾ പാരപ്പറ്റ് വാളുകളും കോമ്പൗണ്ട് വാളുകളുടെ ഒക്കെ കേസാണ് വരുന്നത്. lateral as well as rotational restraints at bottom but have no restraints at the top. താഴെ എന്താണ്, താഴത്തെ വാളില് റൂഫ് സ്ലാബ് ഉണ്ട് അല്ലെ. പാരപ്പറ്റ് വാള് ആലോചിച്ചാൽ മതി, താഴെ റൂഫ് സ്ലാബ് ഉണ്ടാവും അല്ലെ. അപ്പൊ താഴെ ലാറ്ററലും റൊട്ടേഷനിലും റീസ്ട്രെയിൻ ആണ്. റൂഫ് സ്ലാബ് RCC ആണെങ്കിൽ കേട്ടോ, മുകളിൽ ഫ്രീ ആണ്. അതാണ് അങ്ങനത്തെ കേസ്, 1.5H. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഇടയ്ക്കുള്ള വാളുകളാണ് പറഞ്ഞത്. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ വാളുകളാണെങ്കിലോ, ഗ്രൗണ്ട് ഫ്ലോറിലെ വാളുകളാണെങ്കിൽ താഴത്തെ വാള് സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഫൗണ്ടേഷൻ എന്നാണല്ലോ, അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൽ നിന്നാണ് വരുന്നത്. അതും എന്താണ്, ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൂട്ടിംഗ് ആണെങ്കിൽ. താഴെ ഫൂട്ടിംഗ് ആകുമ്പോൾ ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ റെസിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. റൊട്ടേഷണൽ റെസിസ്റ്റൻസ് ഉണ്ട് ഫൂട്ടിങ്ങിന്റെ കേസാണ്. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിക്കുക, കാരണം ഗ്രൗണ്ടിൽ അത് ഫേം ചെയ്ത് ഉറപ്പിച്ചു വെച്ചേക്കാണ് അല്ലെ. സോ അവിടെയും ലാറ്ററൽ റൊട്ടേഷൻ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടിമ്പർ ഫ്ലോറുകൾ വരുമ്പോഴാണ് ഈ റൊട്ടേഷൻ റെസിസ്റ്റൻസ് പോകുന്നത്. അതെപ്പോഴാണ്, അതിലോട്ട് സ്പാൻ ചെയ്യാത്ത കേസ് അല്ലെ. അപ്പൊ ഇതിന്റെ ഫിഗർ അവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് വേറെയും കുറച്ച് ക്ലോസുകൾ ഉണ്ട് ഇതിന്റെ താഴെ തന്നെ. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ടാബിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു വാളിൽ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ കോഡ് ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി നമ്മൾ ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി അത് ക്ലിയർ ആവും, എങ്ങനെയാണ് അതിന്റെ വാല്യൂ പിക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ആ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കേസ് നോക്കിയോ കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഈ ഒരു കേസ്. ഓക്കെ, ഇതിലെന്താണ്, നമ്മള് ഓക്കെ ഈ ഒരു കേസ് നോക്കുക. ഫസ്റ്റ് ഡയഗ്രാം എന്താണ്, താഴെ ഫൂട്ടിംഗ് ആണ് അല്ലെ, മുകളിൽ എന്താണ്, ഇതൊരു RCC സ്ലാബ്. അപ്പൊ RCC സ്ലാബ് നമ്മൾ പറഞ്ഞു അതിലേക്ക് സ്പാൻ ചെയ്യണമെന്നില്ല, സ്പാൻ ചെയ്താലും കുഴപ്പമില്ല അല്ലെ. അതുകൊണ്ടാണ് അവിടെ സ്പാനിങ് ഓർ നോട്ട് സ്പാനിങ് എന്ന് കൊടുത്തിട്ടുള്ളത്. സ്പാനിങ് ഓർ നോട്ട് സ്പാനിങ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കേസിൽ എന്താണ്, രണ്ട് സൈഡിലും റൊട്ടേഷൻ ലാറ്ററൽ റെസിസ്റ്റൈൻ ആണ് അല്ലെ. അപ്പൊ എന്താണ്, അത് ക്യാപിറ്റൽ H. ഓക്കെ, 0.75H. ആക്ച്വൽ ഹൈറ്റിന്റെ 0.75 ആണ് എഫക്റ്റീവ് ഹൈറ്റ്. ആക്ച്വൽ ഹൈറ്റിന്റെ 0.75 ആണ് എഫക്റ്റീവ് ഹൈറ്റ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഫസ്റ്റത്തെ സ്റ്റോറി. ഓക്കെ, താഴെ ഫൂട്ടിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞു. ഫൂട്ടിംഗ് ആണെങ്കിലും എന്താണ്, റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷണൽ റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്ത ഫ്ലോർ നോക്കാം. അടുത്ത ഫ്ലോർ എന്താണ്, മുകളിലും താഴെയും RCC സ്ലാബ് ആണ്. അപ്പോഴും എന്താണ്, രണ്ട് സൈഡിലും റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, അതും ഓക്കെ. ഇനി ഇത് RCC സ്ലാബ് തന്നെ ആവണമെന്നില്ല, എന്ത് ടിമ്പർ സ്ലാബ് ആയാലും മതി, ടിമ്പർ റൂഫ് ആയാലും മതി, അല്ലെങ്കിൽ ടിമ്പർ സ്ലാബ് ആയാലും മതി. എന്താണ്, ഇതിലോട്ട് സ്പാൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിലും ഇവിടുത്തെ കേസിലോ, മൂന്നാമത്തെ സ്റ്റോറിയിലോ, ഈ ഇവിടെ ഇതിലും അങ്ങനെ തന്നെയാണ് അല്ലേ, മുകളിലും താഴെ RCC ആണ്. സോ അതും 0.75H. ഏറ്റവും ടോപ്പിൽ പാരപ്പറ്റ് വാൾ ആണ്, താഴെ എന്താണ്, ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്, താഴെ മുകളിൽ ഫ്രീ ആണ് അല്ലെ. അത് ലാസ്റ്റ് കേസ് 1.5H. 1.5H. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇത് ഒരു ടിമ്പർ ഫ്ലോർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ടിമ്പർ ഫ്ലോർ ബാർ റൂഫ് ആണ്. ഇവിടെ ഫസ്റ്റ് കേസ് നോക്കുക, താഴെ ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫൂട്ടിംഗ് ആണെങ്കിൽ ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടിമ്പർ ഫ്ലോർ ആണ്, പക്ഷെ ഇതിൽ സ്പാൻ ചെയ്യുന്നുണ്ട്.
നമ്മുടെ വാളിലോട്ട് ഇത് സ്പാൻ ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം ഇടയ്ക്കുള്ള സ്പാനിങ് ഒന്നും കാണിച്ചില്ല. ഇതിൽ തന്നെ സ്പാൻ ചെയ്യുന്നത്, ഇടയ്ക്ക് വേറെ സപ്പോർട്ട് ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഇതിലോട്ട് മാത്രമേ സ്പാൻ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മളൊരു സ്ലാബ് എടുത്തു, രണ്ട് എൻഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ വാളെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിലോട്ട് തന്നെ സ്പാൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതെന്താണ്, രണ്ട് സൈഡിലും ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ റീസ്ട്രെയിൻ ഉണ്ട്. അതാണ് 0.75. ഓക്കെ, ഇനി അടുത്ത അടുത്ത ഇത് നോക്കാം. അപ്പൊ എന്താ, അവിടെ എന്ത് തന്നെയാണ്, ടോപ്പും ബോട്ടത്തിലും എന്താണ്, മുകളിലും താഴെ എന്തിന്, അതിലോട്ട് സ്പാൻ ചെയ്യുന്ന രണ്ട് ഫ്ലോർ ബാർ റൂഫാണ്. അത് ടിമ്പർ ആയാലും കുഴപ്പമില്ല. അപ്പൊ അവിടെയും 0.75 ആണ്. ഓക്കെ, ഇനി അടുത്ത ഫ്ലോർ നോക്കിക്കഴിഞ്ഞാൽ ബോട്ടത്തിൽ എന്താണ്, ഒരു ടിമ്പർ ഫ്ലോർ നമ്മുടെ വാളിലോട്ട് സ്പാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോർ ഇതാണല്ലേ, ഈ മുകളിൽ ഹാച്ച് ചെയ്ത പോർഷൻ ആണ് ഫ്ലോർ. അതിന്റെ താഴെ കുറച്ച് ജോയിസ്റ്റുകൾ അല്ലെങ്കിൽ ബീമുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിലോട്ടാണ് അത് സ്പാൻ ചെയ്യുന്നത്. പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നോട്ട് സ്പാനിങ് ഓൺ ടു ദ വാൾ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസ് നമ്മുടെ സെക്കൻഡ് കേസ് എന്താണ്, ഒരു സൈഡിൽ ട്രാൻസ്ലേഷനിലും റൊട്ടേഷനിലും റീസ്ട്രെയിൻ ഉണ്ട്, അതായത് ബോട്ടത്തില്. മുകളിൽ എന്തില്ല, ടോപ്പിൽ എന്തില്ല, റൊട്ടേഷണൽ റീസ്ട്രെയിൻ ഇല്ല, ട്രാൻസ്ലേഷണൽ റീസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കേസിൽ എത്രയാണ്, 0.85H. ഓക്കെ ആണോ? അതാണ് ഈ കേസ്. ഇനി ഈ കേസ് നമ്മൾ ടേബിളിൽ പറഞ്ഞിട്ടില്ല, നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ, താഴെ ട്രാൻസ്ലേഷണൽ റീസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ, റൊട്ടേഷണൽ റീസ്ട്രെയിൻ മാത്രമല്ല. മുകളിൽ എന്താണ്, ഫ്രീ ആണ്. അതായത് ഇത് നോർമലി കേസുകളിൽ റയർ ആണ്. അതായത് താഴെ ഹിഞ്ചും മുകളിൽ ഫ്രീ ആണ്. നമ്മൾ അങ്ങനത്തെ കേസ് ആലോചിച്ചാൽ മതി. താഴെ ഹിഞ്ചും മുകളിലത്തെ ഫ്രീയും ആണ്. ഓക്കെ, അത് 2H ആണ് വരുന്നത്. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ടേബിളിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. അത് നിങ്ങൾക്ക് വരക്കുമ്പോൾ ഇതും കൂട്ടത്തിൽ വരക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ടിമ്പർ ഫ്ലോർ ആൻഡ് ട്രസ്ഡ് റൂഫ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കാം. ഇതിലെന്താണ്, താഴെ ഫൂട്ടിങ് അല്ലെ, ഫസ്റ്റ് കേസ് താഴെ ഫൂട്ടിങ്, മുകളിൽ എന്താണ്, സ്പാൻ ചെയ്യാത്ത ഒരു ടിമ്പർ ഫ്ലോർ അല്ലെ, ഇതിലോട്ട് സ്പാൻ ചെയ്യാത്ത. അപ്പൊ എന്താണ്, ഒരു സൈഡിൽ താഴെ ഒരു ഫിക്സഡ് കണ്ടീഷൻ, അതായത് ലാറ്ററലും റൊട്ടേഷണൽ റീസ്ട്രെയിൻ ഉണ്ട്, മുകളിൽ ലാറ്ററൽ റീസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, രണ്ടാമത്തെ കേസ് അല്ലെ, 0.85. ഇനി ഇത് നോക്കാം, ഇതിലെന്താണ്, മുകളിലും താഴെ സെയിം കണ്ടീഷൻ, എന്താണ്, ലാറ്ററൽ റീസ്ട്രെയിൻസ് മാത്രമേ ഉള്ളൂ, റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് ഇല്ല. എന്നർത്ഥം എന്താ, രണ്ടിന്റെ ഹിഞ്ച് എന്നുള്ള കേസ് അല്ലെ. അപ്പോ H എന്താണ്, 1H. ഈ H എഫക്റ്റീവ് ഹൈറ്റ് ഈക്വൽ ടു ആക്ച്വൽ ഹൈറ്റ്. ഓക്കെ ആണോ? അതാണ് ഇത് കേസ്. ഇനി ഇത് നോക്കാം. ഇതിലെന്താണ്, മുകളില് ഒരു ട്രസ് ഉണ്ട്. ട്രസിന്റെ കേസിൽ എങ്ങനെ വരാൻ നോക്കാം. താഴെ എന്താണ്, താഴെ ടിമ്പർ റൂഫ് തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ലോർ തന്നെയാണ്. അതെന്താണ്, ഇതിലോട്ട് സ്പാൻ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, റൊട്ടേഷണൽ റീസ്ട്രെയിൻസ് ഇല്ല, ട്രാൻസ്ലേഷണൽ റീസ്ട്രെയിൻസ് മാത്രമേ ഉള്ളൂ. മുകളിൽ എന്താണ്, ഇതിലോട്ട് സ്പാൻ ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അപ്പൊ അവിടെ എന്താണ്, രണ്ട് റീസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ ഇത് ഏതാ കേസ്, ഫസ്റ്റ് കേസ് അല്ലെ. ഒരു സൈഡിൽ റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ റീസ്ട്രെയിൻസ് ഉണ്ട്, അടുത്ത സൈഡിൽ അതായത് ബോട്ടത്തിൽ ട്രാൻസ്ലേഷണൽ റീസ്ട്രെയിൻസ് മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് കേസ് 0.85H. ഓക്കെ ആണോ? ഇതാണ്, ഇത്രയും കേസുകളാണ്. അപ്പൊ നോർമലി ഒരു 8 മാർക്കിനൊക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടാബുലാർ ഫോം എഴുതാം, എന്നിട്ട് ഫിഗർ കൂടെ അതിൽ ഉൾപ്പെടുത്തണം. ഫിഗർ കുറച്ച് താഴത്തായിട്ടാണ്, ശ്രദ്ധിക്കണം കേട്ടോ, അടുത്ത പേജിലാണ്. ഓക്കെ, ഇനി നമ്മളെ കോമ്പൗണ്ട് വാളിന്റെ കേസ് എങ്ങനെ വരിക, നമ്മൾ ഇവിടെ പറഞ്ഞ ഈ പാരപ്പറ്റിന്റെ കേസ് ആണ് അല്ലെ. കോമ്പൗണ്ട് വാൾ എന്ന് പറയുമ്പോൾ താഴെ ഫൂട്ടിംഗ് ആണ്. ഞാൻ പറഞ്ഞു, ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ലേഷനിലും റൊട്ടേഷണൽ റീസ്ട്രെയിൻസും ഉള്ളതാണ് ഫൂട്ടിങ്ങിലോട്ട് പ്രൊവൈഡ് ചെയ്തത്. കാരണം അത് ഗ്രൗണ്ടിൽ ഫേം ചെയ്ത് ഉറപ്പിച്ചതാണ്. ഓക്കെ, മുകളിൽ ഫ്രീ ആണ്. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നാലാമത്തെ കേസ്, ദാറ്റ് ഈസ് 1.5 ഹൈറ്റ്, 1.5H. ഓക്കെ, ഇതാണ് എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് ദി വാൾ. അപ്പൊ ഇതിൽ ഓരോ കേസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിന് നമുക്ക് കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റണം എങ്ങനെയാണ് എഫക്റ്റീവ് ഹൈറ്റ് എടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സിലബസ് പെട്ടെന്ന് തീരും. അപ്പൊ ഈ കുറച്ച് മെല്ലെ പോവാം. നിങ്ങൾ ബാക്കി മൊഡ്യൂളുകൾ എന്ത് ചെയ്യാം, കൂടെ പഠിച്ചു വരിക. ഓക്കെ, നമുക്ക് സീരീസുകളൊക്കെ നടത്താം. മൊഡ്യൂൾ 1ന്റെ എക്സാം പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച. അപ്പം കുറച്ച് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ മാസൺട്രി വാളിന്റെ ഡിസൈൻ. കാരണം സ്റ്റീൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനേക്കാളും കുറച്ച് സിമ്പിൾ ആണ് നമ്മുടെ മാസൺട്രി വാളിന്റെ ഡിസൈനുകളൊക്കെ.
അപ്പൊ അത് സിമ്പിൾ ആണ്. ഇത് ഇങ്ങനെ വായിച്ചു വിടാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിൽ കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാലും ഇത് എങ്ങനെയാണ് അത് റീഡ് ചെയ്യാൻ മനസ്സിലാക്കുക. അതായത് IS കോഡിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ് പോർഷൻസ് അതിലുണ്ട്. നമുക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എഫക്റ്റീവ് ഹൈറ്റ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഫക്റ്റീവ് ലെങ്ത്തും അതുപോലെ തന്നെ എഫക്റ്റീവ് തിക്നെസ്സും കാര്യങ്ങൾ നോക്കണം. അതിനും ഇതുപോലെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതിന് ഫിഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് ഫസ്റ്റ് കേസ് ബോത്ത് ആൻഡ് ഫിക്സഡ്, അടുത്ത കേസ് വൺ ആൻഡ് ഫിക്സഡ് അതർ ആൻഡ് ഹിഞ്ചഡ്, അടുത്ത കേസ് ബോത്ത് ആൻഡ് ഹിഞ്ചഡ്, അടുത്ത കേസ് വൺ ആൻഡ് ഫിക്സഡ് അതർ ആൻഡ് ഫ്രീ എന്നുള്ള രീതിയിൽ പഠിക്കാം. പക്ഷെ വാല്യൂസ് ചിലപ്പോൾ നമുക്ക് അവിടെയുള്ള വാല്യൂ ആയിട്ട് കമ്പയറബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ അത് നോക്കാം. ആ രീതിയിൽ ഓർത്ത് വെക്കാം. ഫിക്സഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാറ്ററൽ റൊട്ടേഷണൽ റെസിസ്റ്റൻസ് അല്ലേ. ഹിഞ്ചഡ് എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ റെസിസ്റ്റൻസ് ഇല്ല, ലാറ്ററൽ റെസിസ്റ്റൻസ് മാത്രം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, കോളത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചു. ആക്ച്വലി അത് തന്നെയാണ് സംഭവം. പിന്നെ ഈ ഹൈറ്റ് എടുക്കുന്നത്, ആക്ച്വൽ ഹൈറ്റ് h എന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലാബ്സ് അല്ലേ. സ്ലാബ് ടോപ്പിലും ബോട്ടത്തിലും സ്ലാബ് ആണെങ്കിൽ, ഇനി അത് മുകളിൽ റൂഫ് ട്രസ് ആണെങ്കിൽ താഴത്തെ സ്ലാബിന്റെ സെന്റർ തൊട്ട് മുകളിലത്തെ റൂഫ് ട്രസിന്റെ ടൈ ബീം. റൂഫ് ട്രസിന്റെ ടൈ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ട്. ഫിഗർ നോക്കാം. ഓക്കെ അല്ലെ, ടൈ ബീം എന്ന് പറഞ്ഞാൽ ഈ ബീം അല്ലേ, ഈ കാണിച്ച ബീമാണ് ടൈ ബീം. അപ്പൊ അതിന്റെ ബോട്ടം വരെ. ഓക്കെ, അത് ഐ തിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവണം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. H is the height of the wall between centers of support in case of RCC slabs and timber. In case of footings or foundation block, height H is measured from top of footing or foundation block. In case of roof truss, height H is measured up to bottom of the tie beam. In case of beam and slab construction, height should be measured from centers of bottom slab to centers of top beam. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഹൈറ്റ് H എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഈ ഒരു ഇത് നോക്കുക. ഇത് കംപ്ലീറ്റ് നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും കേട്ടോ. ഈ ഒരു പോർഷൻസിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ പേജുകൾ ഞാൻ പേജുകൾ പറഞ്ഞുതരാം. പേജ് നമ്പർ 11, 12, 13, 14, 15 ഈ 4 പേജുകൾ കംപ്ലീറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പിന്നെ ഇതിൽ ഈ ഒരു പോർഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് കോളത്തിനെ കുറിച്ചാണ്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം. അപ്പൊ അത് നോക്കാം. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിലെ സെന്റൻസുകളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? എഫക്റ്റീവ് ലെങ്ത്, എഫക്റ്റീവ് തിക്നെസ്സും പിന്നെ ഡിസൈൻ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എനിവേ, അപ്പം മോഡ്യൂളുകളൊക്കെ പഠിച്ചു തുടങ്ങാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.